നടി അനുപമ പരമേശ്വരൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞ ആ അത്യന്തം ഗൗരവപരവും വിവാദപരവുമായ ആ പ്രണയത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള തിയറികളും ചർച്ചകളും നടക്കുകയാണ്. അനുപമ പേര് വെളിപ്പെടുത്താതെ പറഞ്ഞ ആ മുൻ കാമുകൻ നടൻ ധ്രുവ് വിക്രം ആണെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ വിഭാഗം ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ കാര്യങ്ങളിൽ ഇതുവരെയും സ്ഥിരീകരണം അനുപമ നടത്തിയിട്ടില്ല. എന്നാൽ കാര്യം വളരെ സിമ്പിൾ ആണ്. ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ചർച്ചയാക്കുന്ന തെളിവുകൾ അത്ര നിസ്സാരമല്ലതാനും. സ്വന്തം സിനിമയുടെ പ്രൊമോഷന് പോലും വിടാതെ സോഷ്യൽ മീഡിയയിലെ ഫോട്ടോകൾ മുതൽ കഴിക്കുന്ന ഭക്ഷണം വരെ നിയന്ത്രിച്ച ഒരു പങ്കാളിയെ കുറിച്ചാണ് അനുപമ തുറന്നു സംസാരിച്ചത്. ചിലപ്പോൾ അതിരുകടന്ന സ്നേഹവും മറ്റു ചിലപ്പോൾ അസഹനീയമായ നിയന്ത്രണങ്ങളും കാണിച്ച ഒരു അന്യൻ മോഡൽ റിലേഷൻഷിപ്പ് ആയിരുന്നുവത്രേ അത്. അനുപമയുടെ ആ വാക്കുകളും ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയ കുഴിച്ചെടുത്ത പഴയ വീഡിയോകളും ഒടുവിൽ ഈ സൈബർ ചർച്ചകളോട് ധ്രുവ് വിക്രം നടത്തിയ ആദ്യ പ്രതികരണവും എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ ഈ വീഡിയോ പൂർണ്ണമായും അവസാനം വരെ കാണുക. അടുത്തിടെ ധന്യവർമ്മയുടെ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് അനുപമ പരമേശ്വരൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ ആ 2 വർഷത്തെ പ്രണയത്തെക്കുറിച്ച് മനസ്സു തുറന്നത്. താൻ പ്രണയിച്ച വ്യക്തി ഒരു നാർസിസ്റ്റിക് ആയിരുന്നുവെന്നും ആ ബന്ധത്തിൽ തനിക്ക് നേരിടേണ്ടി വന്നത് കടുത്ത മാനസിക അടിച്ചമർത്തലുകളായിരുന്നുവെന്നും അനുപമ തുറന്നു പറഞ്ഞു. താൻ പ്രണയിച്ച ആൾക്ക് അന്യൻ സിനിമയിലെ കഥാപാത്രത്തെ പോലെ ഒന്നിലധികം ഭാവങ്ങളായിരുന്നു എന്നാണ് താരം വെളിപ്പെടുത്തിയത്. ചില നേരങ്ങളിൽ സ്നേഹം വാരി വിതറുന്ന പോലെയും റെമോയോ പോലെയൊക്കെ, എന്നാൽ അടുത്ത നിമിഷം കടുത്ത ദേഷ്യവും നിയന്ത്രണങ്ങളും നടത്തുന്ന ഭീകരമായ മറ്റൊരു രൂപത്തിലുമാണ് അയാൾ പെരുമാറിയിരുന്നത് അത്രേ. പരിചയപ്പെട്ട വെറും 3 മാസത്തിനുള്ളിൽ തന്നെ വിവാഹ നിശ്ചയം നടത്തണമെന്ന് അയാൾ നിർബന്ധിച്ചു. സ്വന്തം ഹിറ്റ് ചിത്രമായ ഡ്രാഗൺ സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളിൽ പോലും പങ്കെടുക്കാൻ അയാൾ അനുവദിച്ചിരുന്നില്ല എന്നും സ്വന്തം സ്വാതന്ത്ര്യം പൂർണ്ണമായും നഷ്ടപ്പെട്ട മാനസികാരോഗ്യം തകരുന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് താൻ ആ ബന്ധം വേണ്ടെന്ന് വെച്ചതെന്നും താരം വ്യക്തമാക്കുന്നു. അവിടെയാണ് സോഷ്യൽ മീഡിയയിലെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നത്. അനുപമ ആ അഭിമുഖത്തിൽ ആരുടെയും പേര് പരാമർശിച്ചിരുന്നില്ല. എങ്കിലും ഇരുവരും ഒന്നിച്ചഭിനയിച്ച ബൈസൺ കാളമാടൻ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണ സമയത്തെ അനുഭവങ്ങൾ മുൻനിർത്തി നെറ്റിസൺസ് ചില പഴയ വീഡിയോകൾ തെളിവായി ഉയർത്തിക്കാട്ടാൻ തുടങ്ങി. 2025 ഒക്ടോബറിൽ നിഖിൽ വിജയേന്ദ്ര സിംഹയുടെ പോഡ്കാസ്റ്റിൽ ഇരുവരും ഒന്നിച്ചു പങ്കെടുത്ത അഭിമുഖമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വ്യാപകമായി പ്രചരിക്കുന്നത്. ആ വീഡിയോ വീണ്ടും പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊന്നുമല്ല, ഇന്ന് അനുപമ അഭിമുഖത്തിൽ ഗൗരവമായി പറഞ്ഞ പല നിയന്ത്രണങ്ങളും അന്ന് ആ പോഡ്കാസ്റ്റിൽ തമാശ രൂപേണെ സംസാരിച്ചിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. സിനിമയുടെ പ്രൊമോഷനായി എടുക്കുന്ന ഫോട്ടോകളിൽ തനിക്കോ മറ്റു ക്രൂവിനോ യാതൊരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ലെന്നും ചിത്രങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ധ്രുവ് ആണെന്നും മിക്ക ചിത്രങ്ങളിലും താനും സഹനടി രജിഷയും കാണാൻ കൊള്ളില്ലെന്ന് ധ്രുവ് പറയാറുണ്ടെന്നും അനുഭവം പറയുമ്പോൾ ധ്രുവിന്റെ മുഖത്ത് മിന്നിമറയുന്ന ഭാവമാറ്റവും ഇത്തരം സംസാരം നിർത്ത് എന്ന് പറയുന്നതുമാണ് നെറ്റിസൺസ് പ്രധാന തെളിവായി ഉയർത്തിക്കാട്ടുന്നത്. ആ പോഡ്കാസ്റ്റിൽ അനുപമ സംസാരിച്ച മറ്റൊരു കാര്യവും സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സിനിമയുടെ ഷൂട്ടിംഗ് വേളയിൽ ധ്രുവ് വിക്രമിന്റെ കടുത്ത ഡയറ്റ് പ്ലാൻ കാരണം അനുപമയ്ക്ക് സ്വന്തം ഭക്ഷണശീലങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വന്നു എന്ന ഒരു വെളിപ്പെടുത്തലായിരുന്നു അത്. സാമ്പാർ സാദവും ബട്ടർ ചിക്കനും കഴിച്ചിരുന്ന താരം ഒടുവിൽ അവർക്കൊപ്പം സാൽമൺ മത്സ്യവും വേവിച്ച പച്ചക്കറികളും മാത്രം കഴിക്കാൻ തുടങ്ങിയതിനെ കുറിച്ച് സംസാരിച്ചതും സോഷ്യൽ മീഡിയ വീണ്ടും കുത്തിപ്പൊക്കുകയാണ്. ഇതൊരു സോഷ്യൽ മീഡിയ ഇൻവെസ്റ്റിഗേഷൻ ട്രെൻഡായി മാറിയതോടെ നെറ്റിസൺസ് ഇതിനെ വലിയ രീതിയിലാണ് വിശകലനം ചെയ്യുന്നത്. ഒരു പങ്കാളിയുടെ സ്വാഭാവിക ജീവിതത്തിലേക്ക് കടന്നു കയറുന്ന ഇത്തരം പ്രവണതകളെ കോയസീവ് കൺട്രോൾ എന്നാണ് മനഃശാസ്ത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് അത്രേ. ധ്രുവ് വിക്രം അരങ്ങേറ്റം കുറിച്ച ആദിത്യവർമ്മ എന്ന ചിത്രത്തിലെ ടോക്സിക് നായക കഥാപാത്രവുമായി ചേർത്തുവെച്ചും അച്ഛൻ വിക്രമിന്റെ അന്യൻ എന്ന കഥാപാത്രത്തെക്കുറിച്ചുമുള്ള അനുപമയുടെ ഉപമ ചൂണ്ടിക്കാണിച്ചും ഇന്റർനെറ്റിൽ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. എന്നാൽ തന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ഈ വലിയ വിമർശനങ്ങളോടും ചർച്ചകളോടും ധ്രുവ് വിക്രം ആദ്യമായി പ്രതികരിച്ചു എന്നതാണ് ഇതിലെ അടുത്ത പ്രധാന വഴിത്തിരിവ്.
ഇന്ത്യ ടുഡേയുടെ റൗണ്ട് ടേബിൾ ഷോയിൽ സംസാരിക്കവേ ധ്രുവ് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: ഇത്തരം അന്വേഷണങ്ങളും വിമർശനങ്ങളും തന്നെ ബാധിച്ചിട്ടില്ല എന്ന് താൻ ഒരിക്കലും പറയില്ല. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് പ്രധാനം. നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുക. നിങ്ങൾ സ്നേഹിക്കുന്നവരെയും നിങ്ങൾക്ക് പ്രധാനപ്പെട്ട എല്ലാത്തിനെയും ശക്തമായി സംരക്ഷിക്കുക. നിങ്ങൾ സത്യത്തോടൊപ്പം നിൽക്കുമ്പോൾ വിമർശനങ്ങൾ ഒരു പരിധിക്കപ്പുറം നിങ്ങളെ ബാധിക്കില്ല. ഉപബോധ മനസ്സോടെ നിങ്ങൾ ഒരു ഒറ്റയാൾ പട്ടാളമാകാൻ പഠിക്കുന്നു. തന്റെ സോഷ്യൽ മീഡിയ ശീലങ്ങളെക്കുറിച്ച് സംസാരിക്കവേ സ്വകാര്യമായി വീഡിയോകൾ എഡിറ്റ് ചെയ്യാനും സ്വന്തം ലോകത്ത് ജീവിക്കാനുമാണ് തനിക്കിഷ്ടമെന്നും ധ്രുവ് കൂട്ടിച്ചേർത്തു. ഇതോടെ സോഷ്യൽ മീഡിയ വീണ്ടും രണ്ട് തട്ടിലായി ചർച്ചകൾ. ധ്രുവ് പറയുന്നത് പോലെ ഇത് തനിക്ക് പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള ഒരു വ്യക്തിയുടെ സ്വാഭാവികമായ പ്രൊട്ടക്റ്റീവ് സമീപനമാണോ, അതോ സോഷ്യൽ മീഡിയയിൽ ആളുകൾ വിലയിരുത്തുന്നത് പോലെ പങ്കാളിക്ക് മേലുള്ള അമിത നിയന്ത്രണമായിരുന്നു എന്ന തരത്തിലാണ് ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. വ്യക്തികൾ ആര് തന്നെ ആയാലും ഇവിടെ അനുപമ പരമേശ്വരൻ എടുത്ത ശക്തമായ നിലപാടാണ് പൊതുസമൂഹത്തിൽ വലിയൊരു മാസ്റ്റർ സ്ട്രോക്കായി വിലയിരുത്തപ്പെടുന്നത്. സമൂഹത്തിന്റെയോ സിനിമയിലെ ബന്ധങ്ങളുടെയോ പേരിൽ പലരും ഇത്തരം നിയന്ത്രണങ്ങളിൽ കുടുങ്ങിപ്പോകുമ്പോൾ സ്വന്തം ആത്മാഭിമാനത്തിനും മാനസികാരോഗ്യത്തിനും വില കൽപ്പിച്ച ആ ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്തു കടക്കാൻ അനുപമ ധൈര്യം കാണിച്ചു. ഈ സംഭവവും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളും മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ചില വസ്തുതകളുണ്ട്. അതിൽ ഒന്നാമത്തേത് ആശയവിനിമയവും സ്വാതന്ത്ര്യവും തന്നെ. പ്രണയത്തിലോ സൗഹൃദത്തിലോ പരസ്പരം ബഹുമാനവും വ്യക്തി സ്വാതന്ത്ര്യവും ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. സംരക്ഷണവും നിയന്ത്രണവും തമ്മിലുള്ള നേർത്ത അതിർവരമ്പ് തിരിച്ചറിയപ്പെടണം. അതിൽ ആദ്യത്തേത് കരിയറിലെ സുരക്ഷിതത്വം തന്നെയാണ്. അതെ, ഒരു ബന്ധവും ഒരാളുടെ പ്രൊഫഷണൽ വളർച്ചയ്ക്കോ തൊഴിൽപരമായ സ്വാതന്ത്ര്യത്തിനോ തടസ്സമാകാൻ പാടില്ല. പിന്നെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകുക. കാരണം ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളോ അടിച്ചമർത്തലുകളോ നേരിടുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് സ്വയം സുരക്ഷിതമായ ഒരു വഴി തിരഞ്ഞെടുക്കാൻ മടിക്കരുത്. തന്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞതിലൂടെ പ്രണയബന്ധങ്ങളിലെ ഇത്തരം അദൃശ്യമായ അടിച്ചമർത്തലുകളെ കുറിച്ച് സമൂഹത്തിൽ വലിയൊരു അവബോധം സൃഷ്ടിക്കാൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലെ ഈ ചർച്ചകൾ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്: പുറമേ കാണുന്ന തിളക്കങ്ങൾക്കപ്പുറം സെലിബ്രിറ്റികളുടെ ജീവിതത്തിലും സാധാരണ മനുഷ്യരെ പോലെയുള്ള സങ്കീർണമായ പ്രശ്നങ്ങളും ബന്ധങ്ങളിലെ പ്രതിസന്ധികളും ഉണ്ടാകാറുണ്ട്. ഇന്റർനെറ്റിൽ ഉയരുന്ന ഈ നിഗമനങ്ങളും രണ്ടു പേരുടെയും നിലപാടുകളും ഇപ്പോൾ വലിയൊരു സംവാദത്തിനാണ് വഴി തുറന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ പഴയ വീഡിയോകളെ കുറിച്ചും ധ്രുവ് വിക്രം നടത്തിയ പ്രതികരണത്തെക്കുറിച്ചും നിങ്ങളുടെ വിലയിരുത്തൽ എന്താണ്? ഈ വിഷയത്തിൽ നിങ്ങളുടെ വ്യക്തമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.